നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 660 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഹോമിൻ്റെ പ്ലാനും അതിൻ്റെ 3D എലിവേഷനുമാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്ലാനിൻ്റെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 6 മീറ്ററും 62 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ 10 മീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. കുറഞ്ഞതൊരു 3.5 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് പ്ലാനിൻ്റെ എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കണ്ടംപററി സ്റ്റൈലിൽ ഒരു ബഡ്ജറ്റ് ഹോമിന് അനുയോജ്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. കളർ പാറ്റേൺ വരുന്നത് വൈറ്റും ഗ്രേയും മെറൂണുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് സ്റ്റോൺ ടെക്സ്ചർ വരുന്നുണ്ട്. ഈ ഒരു വോളിൽ ക്ലാഡിംഗ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു 3D എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ കാണാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ വരുന്നത്. സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ടിൻ്റെ വീതി 340 നീളം 150 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയർ ഇടാനുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുള്ളത്. 2 പാളിയുടെ ഒരു വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് ഈ ഒരു വോളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൻ്റെ വീതി 296 നീളം 270 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കോഫി ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 3 പാളിയുടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 300 നീളം 270 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും ഒരു ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോ ആണ് ഈ ഒരു റൂമിലേക്കുള്ള വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരാം. സെക്കൻഡ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വീതി 300 നീളവും 300 സെൻറ്റിമീറ്റർ തന്നെയാണ്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 2 ബെഡ്റൂമിന് നടുക്കായിട്ടാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റിൻ്റെ വീതി 160 നീളം 125 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇനി ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ വീതി 296 നീളം 260 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 4 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. 3 പാളിയുടെ ഒരു വിൻഡോ ആണ് ഡൈനിങ്ങിലേക്ക് വെളിച്ചത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ വീതി 296 നീളം 245 സെൻറ്റിമീറ്ററാണ് വരുന്നത്. എൽ ഷേപ്പിലാണ് സ്ലാബ് കൊടുത്തിട്ടുള്ളത്. സ്ലാബിന് താഴെയായിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. മുകളിലും കബോർഡ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഗ്യാസ് അടുപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സിങ്ക്, അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വർക്ക് ഏരിയ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 660 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബഡ്ജറ്റ് ഹോമാണ്. സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന 2 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു ബഡ്ജറ്റ് ഹോമാണ്. ഒരുപാട് വലിയ സെറ്റപ്പൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇനിയിപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുമ്പും നമ്മൾ ബഡ്ജറ്റ് ഹോം ആണെങ്കിലും അല്ലാത്ത ലക്ഷറി വീടാണെങ്കിലും ഡിസൈനിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് കാണുക. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.